എങ്ങനെയുണ്ടായിരുന്നു പറക്കം തളിക്ക് ടാസ്ക്? നിവിനോട് ചോദിക്കുന്നത്. നിവിൻ പറയുന്നത്, ലാലേട്ടാ ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരായതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് പിടിച്ചു കയറാൻ പറ്റിയില്ല. ഇവിടെ എല്ലാവർക്കും ക്രിക്കറ്റ് കളി അറിയാമെന്ന് ചോദിക്കുന്നത്. ആ ലാലേട്ടാ, അനീഷേട്ടൻ അറിയാം, ലക്ഷ്മിക്ക് അറിയാം, ഷാനാസികയ്ക്ക് അറിയാമെന്നൊക്കെ നിവിൻ പറയുന്നത്. അങ്ങനെ അനീഷിനോട് ചോദിക്കുന്നത്, അനീഷ് ക്രിക്കറ്റ് കളിക്കുമെന്ന് ചോദിക്കുന്നത്. കളിക്കുമെന്ന് പറയുന്നത്. അപ്പം ലക്ഷ്മി ക്രിക്കറ്റ് കളിക്കുമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പം ലക്ഷ്മി പറയുന്നത്, കളിക്കുമായിരുന്നു ലാലേട്ടാ. അപ്പോൾ കളിക്കുമായിരുന്നു പറഞ്ഞാൽ ഇപ്പോഴല്ല ലാലേട്ടാ, ചെറുതിലേ കളിക്കുമായിരുന്നു. ചെറുതിലെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ആ കളിക്കുമായിരുന്നു. ഷാനാസിന് ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. അറിയാം എനിക്കറിയാം ലാലേട്ടാ ക്രിക്കറ്റ് കളിക്കുമെന്ന് പറയുന്നത്. അത് സാബമ്മ ക്രിക്കറ്റ് കളിക്കത്തില്ലെന്ന് ചോദിക്കുന്നത്. സാബമ്മ പറയുന്നത്, ഇല്ല ലാലേട്ടാ, എനിക്ക് ക്രിക്കറ്റ് കളി അറിയത്തില്ല. നമ്മളീ പാട്ടും ഡാൻസും ഇതൊക്കെ ആയിട്ടങ്ങ് പോകുക ലാലേട്ടാ എന്ന് പറയുന്നത്. എനിക്ക് ഡാൻസൊക്കെ കളിക്കാനാണ് ലാലേട്ടാ ഇഷ്ടമെന്ന് പറയുന്നത്. ആര്യൻ അനുമോളെ തള്ളിയോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. ഇല്ല ലാലേട്ടാ, പന്ത് വരെ ഞാനെങ്ങനെയാണ് ലാലേട്ടാ തള്ളുന്നത്? പന്ത് വന്നാലല്ലേ ഒരാൾ മുന്നിൽ നിൽക്കുന്നത് തള്ളുന്നതെന്ന് പറയുന്നത്. ഞാൻ തള്ളിയില്ല ലാലേട്ടാ, അവൾ പറയുന്നത് തള്ളിയെന്ന്. അപ്പോൾ ഇവളാണ് എന്നെ തള്ളിയത് എന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നത്, ഇല്ല എന്നെ ഇങ്ങനെ തള്ളിയായിരുന്നു, ഇങ്ങനെ ഇടിച്ച് കാണിക്കുന്നത്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത്, തള്ളിയോ? എപ്പോൾ തള്ളി? അപ്പോൾ അനുമോൾ പറഞ്ഞു, ഇങ്ങനെ ചെറുതായിട്ട് എന്തുവാ അനുമോൾ ഭയങ്കര തള്ളാണല്ലോ എന്ന് ലാലേട്ടൻ പറയുന്നത്. അനുമോൾ ചിരിക്കുന്നത്. അപ്പം എന്താണ് ഗെയിം റദ്ദാക്കിയ ആരെയാണെന്ന് ചോദിക്കുന്നത്. അത് ലാലേട്ടാ, എനിക്ക് അക്ബറിനായിരുന്നു എന്നെക്കാളും പോയിൻ്റ് കൂടുതൽ, അതുകൊണ്ട് ഞാൻ റദ്ദാക്കി. ഞാനതൊരു സ്റ്റൈലിൽ അങ്ങ് പറഞ്ഞു. അപ്പോൾ അക്ബറിനോട് ചോദിക്കുന്നു ലാലേട്ടൻ, എന്താണ് അക്ബർ എന്ന് ചോദിക്കും. ഞാനായിരുന്നു ലാലേട്ടാ അവനേക്കാളും പോയിൻ്റ് മുന്നിൽ നിന്ന്, അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, അവനോടൊന്ന് പറഞ്ഞു നോക്കിയതാണ് എടാ റദ്ദാക്കണ്ടെന്ന്. അപ്പോൾ അവൻ റദ്ദാക്കുമെന്ന് പറഞ്ഞ്. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ടതല്ലേ, അപ്പോൾ പിന്നെ റദ്ദാക്കണമല്ലോ എന്ന് പറയുന്നു. അതേ ലാലേട്ടാ, ഞാൻ റദ്ദാക്കിയെന്ന് പറയുന്നു. അക്ബർ പറഞ്ഞു, എനിക്ക് പോയിൻ്റ് കൂടുതലാണ് ലാലേട്ടാ, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അവൻ റദ്ദാക്കിയല്ലായിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് പൊസിഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് അത്രയും പോയിൻ്റ് എനിക്ക് നിൽക്കുമ്പോഴാണ് അവനത് റദ്ദാക്കാൻ പോകുന്നത്. അവന് എന്നെക്കാളും 2 പോയിൻ്റും കണ്ട് കുറവുള്ളായിരുന്നു. അവനത് റദ്ദാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് അക്ബർ പറയുകയാണ്. അപ്പം ലാലേട്ടൻ അന്നേരം പറയുന്നത്, അത് ഒറ്റയ്ക്ക് കളിക്കുകയല്ലേ വേണ്ടത്, എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കണം എന്ന്. ഒറ്റയ്ക്കാണ് ലാലേട്ടാ കളിച്ചത്. അവൻ്റെ കയ്യിൽ നമ്മളൊന്ന് നോക്കിയതാണ്. അവൻ റദ്ദാക്കിയില്ലെങ്കിൽ നമ്മൾ ജയിക്കില്ലേ, അങ്ങനെ വെച്ച് നോക്കിയതാണ് അക്ബർ പറയുന്നത്. എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നത്, അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ടായിരുന്നോ റദ്ദാക്കെന്ന്? അപ്പം അനീഷ് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് അയാളുടെ കളിയല്ലേ, അപ്പോൾ അയാൾക്ക് തോന്നിയ കണക്കല്ലേ അയാൾ കളിക്കേണ്ടത്. അത് അനീഷ് അങ്ങനെ പറയേണ്ട കാര്യം എന്താ? ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടോ അനീഷ് പിന്നെയും ഞാനങ്ങനെ പറഞ്ഞു, ഷാനവാസ് നോക്കി കളിക്ക്, എനിക്ക് പോയിൻ്റ് കൂടുതലാണ്, ഷാനവാസ് നോക്കി കളിക്കുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് എന്ന് പറഞ്ഞത്. ഷാനവാസ് ചിരിക്കുന്നു, ലാലേട്ടനും ചിരിക്കുന്നു. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, ഷാനവാസിൻ്റെ കളിയല്ലേ അത്. അപ്പം അവർ ഒറ്റയ്ക്കല്ലേ കളിക്കേണ്ടതെന്ന് ലാലേട്ടൻ പറയുന്നത്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത്, എന്താണ് ഷാനവാസ്, അനീഷ് അത്രയൊക്കെ പറഞ്ഞല്ലേ, ഒന്ന് റദ്ദാക്കാതെ ഇരുന്നുകൂടായിരുന്നെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, ഞാനിപ്പോൾ അത് റദ്ദാക്കാതിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞേനെ, ഇപ്പം നോക്കാം അവർ ഗ്രൂപ്പ് കളിച്ചെന്ന് പറഞ്ഞേനെ, അനീഷിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും അങ്ങനെ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അതാണ്, അപ്പോൾ ഗ്രൂപ്പ് കളിച്ചെന്നല്ലേ പറയത്തുള്ളൂ എന്ന് പറയുന്നത്. അത് അപ്പോൾ അക്ബർ പറയുന്നത്, അനീഷേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു റദ്ദാക്കെന്ന്. ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.